ദൈവത്തിൻ്റെ വചനത്തിൽ ഹൃദയത്തെ ഒരു നിക്ഷേപപാത്രത്തോട് ഉപമിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. മറ്റൊരു ബൈബിൾ പരിഭാഷയിൽ ഇങ്ങനെ കാണുന്നു: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്നു, ദുഷ്ടമനുഷ്യനോ തൻ്റെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന തിന്മയിൽ നിന്ന് തിന്മ പ്രവർത്തിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വാ പ്രസ്താവിക്കുന്നത്. ഈ വചനം നമ്മെ ആഴത്തിൽ ഒരാത്മപരിശോധനയിലേക്ക് നയിക്കണം. എൻ്റെ ഹൃദയം എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, നന്മ കൊണ്ട് നിറഞ്ഞാൽ ജീവിതം പ്രകാശപൂരിതമാകും. എന്നാൽ ഹൃദയം ദോഷങ്ങൾ കൊണ്ട്, തിന്മകൾ കൊണ്ട്, പാപചിന്തകൾ കൊണ്ട് നിറഞ്ഞാൽ അന്ധകാരത്തിലേക്കായിരിക്കും നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്. നമ്മുടെ ഹൃദയം ഒരു നിക്ഷേപപാത്രമായിട്ട് നാം കാണണം. ആ നിക്ഷേപപാത്രത്തിൽ നാം എന്താണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെ നന്മ നിക്ഷേപിക്കണമെങ്കിൽ, സ്നേഹം നിക്ഷേപിക്കണമെങ്കിൽ, മനസ്സലിവും കരുണയും ദയയും ഒക്കെ ഹൃദയമാകുന്ന നിക്ഷേപപാത്രത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയേ പറ്റൂ. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ക്രിസ്തു പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാണ്. ഏറ്റവും ഒടുവിലായി പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, അതായത് തൻ്റെ അടുക്കലേക്ക് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്മയുടെ ഉറവിടമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം, വചനം വസിക്കണം. അതൊക്കെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളായിട്ട് നാം കാണണം. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തുടങ്ങുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറും. വാസ്തവത്തിൽ മനുഷ്യൻ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം പുറത്തുള്ളതല്ല, അവൻ്റെ അകത്ത് തന്നെയാണ്. അവൻ്റെ അസമാധാനത്തിന്, ഉറക്കക്കുറവിന്, സന്തോഷമില്ലായ്മയ്ക്ക്, വാശിക്ക്, വൈരാഗ്യത്തിന്, അങ്ങനെ ഏതെല്ലാം തിന്മകൾ അവനെ സ്വാധീനിക്കുന്നുണ്ടോ അതെല്ലാം അവൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പലരും പല പ്രശ്നങ്ങൾക്കും പരിഹാരം പുറത്താണെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിലാണ്. വാക്കുകൾ നിയന്ത്രിക്കുവാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും സന്തോഷത്തോടും കൂടെ സംസാരിക്കണം എങ്കിൽ നമ്മുടെ ഹൃദയം പരിശോധിക്കപ്പെടണം. കാരണം ഹൃദയം ഒരു നിക്ഷേപപാത്രം പോലെയാണ്. അതിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണോ അത് മാത്രമേ വായിലൂടെ പുറത്തു വരികയുള്ളൂ, സംസാരത്തിലൂടെ പുറത്തു വരികയുള്ളൂ. യഥാർത്ഥത്തിൽ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നിറഞ്ഞ പാത്രം എപ്പോഴും കവിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഹൃദയം എന്തുകൊണ്ടാണോ നിറഞ്ഞിരിക്കുന്നത് അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ വാക്കുകൾ, സംസാരം, അതൊക്കെ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട്
വാക്കുകളെ നിയന്ത്രിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയമാകുന്ന നിക്ഷേപപാത്രത്തിൽ നാം എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. നമുക്കവിടെ വചനം നിക്ഷേപിക്കാം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായിട്ട് വാഴുവാൻ നമുക്ക് സമർപ്പിക്കാം. സ്നേഹം അവിടെ നിക്ഷേപിക്കപ്പെടട്ടെ. കരുണയും ദയയും മനസ്സിലിവുമൊക്കെ അവിടെ നിക്ഷേപിക്കപ്പെടട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ നിക്ഷേപിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. കാരണം നന്മകൾ മുഴുവൻ ദൈവത്തിൽ നിന്നാണ്, സൽഫലങ്ങൾ മുഴുവൻ ദൈവത്തിൽ നിന്നാണ്. ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ ചീത്തയാക്കുന്നതും നല്ലതാക്കുന്നതും അവൻ്റെ ഹൃദയത്തിൽ എന്താണോ അവൻ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ലത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. എന്താണ് നല്ലത്? അത് ക്രിസ്തുവാണ്, അത് വചനമാണ്, അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ ഹൃദയം വളരെ ജാഗ്രതയോടെ സൂക്ഷിപ്പാൻ, നല്ലത് മാത്രം, നന്മ മാത്രം, ദൈവികമായത് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിപ്പാൻ അവിടുന്ന് കൃപ നൽകണം. അല്ലാത്ത എല്ലാ ദോഷകരമായ നിക്ഷേപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ